ജന്മഭൂമി പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഗീത പി.വി. അടുത്ത ക്വാഡ് ഉച്ചകോടി ഭാരതത്തിൽ ഭീകരതയ്ക്കെതിരെ ഒന്നിച്ച് പോരാടും. വാഷിംഗ്ടൺ. അടുത്ത വർഷത്തെ ക്വാഡ് ഉച്ചകോടിക്ക് ഭാരതം ആതിഥേയത്വം വഹിക്കും. അമേരിക്കയിലെ വിൽമിംഗ്ടണിലെ ഡെലവെയറിൽ ചേർന്ന ക്വാഡ് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 2025 ഭാരതത്തിൽ ക്വാഡ് നേതാക്കളുടെ ഉച്ചകോടി സംഘടിപ്പിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ലോകം സംഘർഷങ്ങളാലും പിരിമുറുക്കങ്ങളാലും ചുറ്റപ്പെട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പങ്കിട്ട ജനാധിപത്യ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്വാഡ് ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് മുഴുവൻ മനുഷ്യരാശിക്കും വളരെ പ്രധാനമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള അന്താരാഷ്ട്ര ക്രമം, പരമാധികാരത്തിലും പ്രാദേശിക സമഗ്രതയിലും ഉള്ള ബഹുമാനം, എല്ലാ പ്രശ്നങ്ങൾക്കും സമാധാനപരമായ പരിഹാരം എന്നിവയെ എല്ലാവരും പിന്തുണയ്ക്കുന്നുവെന്നും മോദി പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആതിഥേയത്വം വഹിച്ച ക്വാഡ് നേതാക്കളുടെ 6ാം ഉച്ചകോടിയിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ്, ജപ്പാൻ പ്രധാനമന്ത്രി കിഷിദ ഫ്യൂമിയോ എന്നിവരും പങ്കെടുത്തു. 2025 ക്വാഡ് നേതാക്കളുടെ ഉച്ചകോടിക്ക് ഭാരതം ആതിഥേയത്വം വഹിക്കുന്നതിനെ നേതാക്കൾ സ്വാഗതം ചെയ്തു. ക്വാഡ് കാര്യപരിപാടി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വിൽമിംഗ്ടൺ പ്രഖ്യാപനം നേതാക്കൾ അംഗീകരിച്ചു. ആഗോള പ്രാദേശിക പങ്കാളികൾക്കൊപ്പം സമാധാനത്തിനും സമൃദ്ധിക്കും സുസ്ഥിര വികസനത്തിനും അടിവരയിടുന്ന അന്താരാഷ്ട്ര സ്ഥാപനങ്ങളെയും സംരംഭങ്ങളെയും പിന്തുണയ്ക്കുന്നത് തുടരുമെന്നും ഐക്യരാഷ്ട്രസഭയെ പിന്തുണയ്ക്കുമെന്നും യോഗം വ്യക്തമാക്കി. അതിർത്തി കടന്നുള്ള ഭീകരത ഉൾപ്പെടെ ഭീകരവാദത്തിന്റെ എല്ലാ രൂപങ്ങളെയും അസന്നിഗ്ധമായി അപലപിക്കുന്നതായും ഭീകരതയ്ക്കെതിരെ ഒന്നിച്ചു പോരാടുമെന്നും ഉച്ചകോടി പ്രഖ്യാപിച്ചു. ഉച്ചകോടിക്കിടെ ജോ ബൈഡൻ, ഫുമിയോ കിഷിദ, ആന്റണി അൽബനീസ് എന്നിവരുമായി നരേന്ദ്രമോദി കൂടിക്കാഴ്ചകൾ നടത്തി. പിന്നീട് ഭാരത സമൂഹത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. സഞ്ജയൻ പുരസ്കാരം ഡോക്ടർ എം.ജി.എസ്. നാരായണന്. കോഴിക്കോട്. തപസ്യ കലാസാഹിത്യവേദിയുടെ 14ാമത് സഞ്ജയൻ പുരസ്കാരം ചരിത്ര പണ്ഡിതനായ ഡോക്ടർ എം.ജി.എസ്. നാരായണന്. 50,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും പൊന്നാടയും അടങ്ങുന്നതാണ് പുരസ്കാരം. ആശാമേനോൻ, പി.ആർ. നാഥൻ, പ്രൊഫസർ പി.ജി. ഹരിദാസ് എന്നിവരടങ്ങിയ സമിതിയാണ് പുരസ്കാര നിർണയം നടത്തിയത്. 27-ന് വൈകിട്ട് 5-ന് കോഴിക്കോട് മലാപ്പറമ്പ് ഹൗസിംഗ് കോളനി ഓഡിറ്റോറിയത്തിൽ ചേരുന്ന സമ്മേളനത്തിൽ ഗോവ ഗവർണർ പി.എസ്. ശ്രീധരൻപിള്ള പുരസ്കാരം സമ്മാനിക്കും. കോഴിക്കോട് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ പി. രവീന്ദ്രൻ മുഖ്യാതിഥിയാകും. തപസ്യ സംസ്ഥാന കാര്യാധ്യക്ഷൻ പ്രൊഫസർ പി.ജി. ഹരിദാസ് അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനത്തിൽ കെ.എം. നരേന്ദ്രൻ എം.ജി.എസ്. നാരായണന്റെ ചരിത്ര പഠന മേഖലയിലെ സംഭാവനകൾ എന്ന വിഷയത്തിലും ഡോക്ടർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ സഞ്ജയന്റെ സാഹിത്യ സംഭാവനകൾ എന്ന വിഷയത്തിലും പ്രഭാഷണം നടത്തും. ദിവ്യാംഗരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരും. കേന്ദ്രമന്ത്രി ബി.എൽ. വർമ്മ. കോഴിക്കോട്. ദിവ്യാംഗർക്ക് അക്കാദമിക് മേഖലയിലും പ്രൊഫഷണൽ രംഗത്തും തുല്യ വിദ്യാഭ്യാസം നൽകി ശാക്തീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി ബി.എൽ. വർമ്മ. CRCയിൽ ആരംഭിക്കുന്ന കോഴ്സുകളും ഓഡിയോളജി റൂമും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. CRCയിൽ ആരംഭിച്ച കോഴ്സുകൾ ദിവ്യാംഗരായ വിദ്യാർത്ഥികൾക്ക് തുല്യ വിദ്യാഭ്യാസ അവസരങ്ങൾ നൽകാനും അവരുടെ അക്കാദമിക്, പ്രൊഫഷണൽ ലക്ഷ്യങ്ങൾ കൈവരിക്കാനും സഹായിക്കുന്നു. CRCയിലെ കോഴ്സുകൾ ആശയവിനിമയ രംഗത്തെ വിടവുകൾ ഇല്ലാതാക്കാനും ദിവ്യാംഗർക്ക് അനുകൂല അന്തരീക്ഷം സൃഷ്ടിച്ച് വിദ്യാർത്ഥികളുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ നിർണായക ചുവടുവയ്പാകും. ദിവ്യാംഗരെ സേവിക്കുന്നതിലൂടെ സമൂഹത്തെ മികച്ച രീതിയിൽ സേവിക്കാനും കഴിയും. രാജ്യത്തിന്റെ പുനരധിവാസ മേഖലയിൽ മാനവ വിഭവശേഷി വികസനത്തിന് CRCകൾ നൽകുന്ന സംഭാവന വിലപ്പെട്ടതാണ്. CRCകൾ നടത്തുന്ന സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ, ബിരുദം, PG എന്നിവയിൽ നിന്നുള്ള വിവിധ ദീർഘകാല കോഴ്സുകൾ ആയിരക്കണക്കിന് മാനവ വിഭവശേഷി ഉൽപ്പാദിപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ദിവ്യാംഗർ മാതാപിതാക്കൾ, വിവിധ കോഴ്സുകളിലെ വിദ്യാർത്ഥികൾ, അധ്യാപകർ, ജീവനക്കാർ എന്നിവരുമായി അദ്ദേഹം സംവദിച്ചു. പ്രതീക്ഷകൾക്ക് പുതുഉണർവേകി നാളികേരവില കുതിക്കുന്നു.
സംസ്ഥാനത്ത് സംഭരണമില്ല. തേങ്ങ ഇതര സംസ്ഥാനത്തേക്ക് ഒഴുകുന്നു. നാദാപുരം. നാളികേരത്തിന്റെ വില കുത്തനെ ഇടിഞ്ഞതോടെ ദുരിതത്തിലായ കർഷകരുടെ പ്രതീക്ഷകൾക്ക് പുതു ഉണർവേകി തേങ്ങാവില കുതിച്ചുയരുന്നു. ഉണ്ടക്കൊപ്രയുടെ വില റെക്കോർഡ് ഉയരത്തിലാണ് പോയത്. കഴിഞ്ഞ ആഴ്ച ക്വിന്റലിന് 12,000 മുതൽ 13,000 വരെ ഉണ്ടായിരുന്നത് ഇന്നലെ 19,000 മുതൽ 20,000 വരെ എത്തി. പച്ചത്തേങ്ങ കിലോയ്ക്ക് 33 മുതൽ 35 രൂപ വരെ ഉണ്ടായിരുന്നത് ഇന്നലെ അത് 40 കടന്നു. ക്വിന്റലിന് 10,000 ഉണ്ടായിരുന്ന കൊപ്രയ്ക്ക് ഇന്നലെ വടകര മാർക്കറ്റിൽ 13,000 രൂപയ്ക്കാണ് വ്യാപാരം നടന്നത്. പ്രത്യേക ഡിമാൻഡ് ഉള്ള കൊട്ടത്തേങ്ങ 14,000 രൂപയ്ക്കും രാജപൂർ 22,000 രൂപയുമായാണ് വില ഉയർന്നത്. നാളികേര കർഷകരെ അമ്പരപ്പിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 5 ദിവസങ്ങളിൽ വില കുതിച്ചത്. അതേസമയം സംസ്ഥാനത്ത് നാളികേര സംഭരണം ഇല്ലാത്തതിനാൽ ഇതര സംസ്ഥാനത്തേക്കാണ് ജില്ലയിലെ തേങ്ങയുടെ 80% ഒഴുകുന്നത്. ഇങ്ങനെ വിലയിൽ മാറ്റമില്ലാതെ തുടർന്നാൽ ഒരു തേങ്ങയ്ക്ക് 30 രൂപയ്ക്ക് മുകളിൽ വില കിട്ടും. നവരാത്രി, ദീപാവലി എന്നിവയുടെ മുന്നോടിയായി ഉത്തരേന്ത്യയിൽ നാളികേരത്തിന് ആവശ്യക്കാർ ഏറിയതാണ് വില ഉയരാൻ കാരണമായതെന്നാണ് സൂചന. സർക്കാർ പ്രഖ്യാപിച്ച താങ്ങുവിലയേക്കാൾ 7,000 രൂപ കൂടുതലാണ് ഉണ്ടക്കൊപ്രയ്ക്ക് ഇപ്പോൾ ലഭിക്കുന്ന വില. 2 ദിവസം കൊണ്ട് മാത്രം ഉണ്ടയ്ക്കും രാജപൂരിനും ക്വിന്റലിന് 5,000 രൂപയോളമാണ് ഉയർന്നത്. 10 ദിവസം കൊണ്ട് 7,000 രൂപയും. സെപ്റ്റംബർ 10-ന് രാജപൂർ കൊപ്രയ്ക്ക് 15,000 രൂപയും ഉണ്ടയ്ക്ക് 12,750 രൂപയുമായിരുന്നു വില. 17-ന് ഇത് യഥാക്രമം 16,500, 14,000, 18 ആകുമ്പോഴേക്കും ഇത് 17,000 രൂപയും 14,500 രൂപയുമായി. 19-ന് 19,000, 16,000 എന്ന നിലയിലെത്തി. 20-ന് 20,000, 17,500, 21-ന് 22,000, 19,000 എന്ന നിലയിൽ റെക്കോർഡ് നേട്ടത്തിൽ എത്തി നിൽക്കുന്നത്. അതേസമയം തേങ്ങ പറിക്കുന്ന സീസൺ കഴിഞ്ഞതിന് ശേഷമുള്ള ഈ വിലക്കയറ്റം പല നാമമാത്ര ചെറുകിട കർഷകരെയും ബാധിച്ചു. പച്ചത്തേങ്ങ സംഭരിക്കാൻ നാളികേര വികസന കോർപ്പറേഷൻ ജില്ലയിൽ 12 കേന്ദ്രങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. എങ്കിലും സംസ്ഥാന സർക്കാരിന് ഇത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. പുതുതായി കുറ്റ്യാടി, വേങ്ങേരി എന്നിവിടങ്ങളിൽ സംഭരണ കേന്ദ്രങ്ങൾ തുറന്നെങ്കിലും വേണ്ട വിധത്തിൽ ഈ സംവിധാനം കർഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് കർഷകർ പറയുന്നു. നാളികേര വികസന കോർപ്പറേഷൻ സംഭരിക്കുന്ന പച്ചത്തേങ്ങ സംസ്കരിച്ച് കേരഫെഡിന് കൈമാറുമെന്നായിരുന്നു കരാറെങ്കിലും ഇത് ഭാഗികമായി മാത്രമേ നടപ്പിലാക്കാൻ സംസ്ഥാനത്ത് കഴിഞ്ഞിട്ടുള്ളൂവെന്ന് കർഷക സംഘടനകൾ ആരോപിക്കുന്നു. ഉൽപാദന ചെലവും കൂലിയും വർദ്ധിച്ചിട്ടും തെങ്ങ് കർഷകന് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു സഹായവും ലഭിക്കുന്നില്ല. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ തെങ്ങ് കൃഷി ചെയ്യുന്ന കോഴിക്കോട് ജില്ലയിൽ 1ാം ഇടത് സർക്കാർ പ്രഖ്യാപിച്ച കുറ്റ്യാടി മണിമലയിൽ ഉള്ള നാളികേര പാർക്കിന്റെ പ്രവൃത്തി 5 വർഷമായും ഇഴഞ്ഞു നീങ്ങുകയാണ്. 3ാം മോദി സർക്കാരിന്റെ 100 ദിവസം. ഗാന്ധി ജയന്തിയിൽ വൻ വേതന വർധനയുമായി ഖാദി ഗ്രാമീണ വ്യവസായ കമ്മീഷൻ. കൊച്ചി. 3ാം മോദി സർക്കാർ 100 ദിവസം തികയുന്നതിന്റെ ഭാഗമായി ലക്ഷക്കണക്കിന് വരുന്ന ഖാദി കരകൗശല തൊഴിലാളികൾക്ക് വൻ വേതന വർധന പ്രഖ്യാപിച്ച് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ. സ്പിന്നർമാരുടെ വേതനത്തിൽ 25%, നെയ്ത്തുകാരുടെ വേതനത്തിൽ 7% വർധനയാണ് നടപ്പാവുന്നത്. ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 മുതൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്ന് ചെയർമാൻ മനോജ് കുമാർ പറഞ്ഞു. ഗാന്ധിജിയുടെ ജന്മസ്ഥലമായ പോർബന്തറിൽ അസ്മാവതി നദി തീരത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നെയ്ത്തുകാർക്ക് ഒരു നൂൽക്കിഴിക്ക് 10 രൂപയ്ക്ക് പകരം 12.50 രൂപയ്ക്ക് ലഭിക്കും. 2023 ഏപ്രിൽ 1 മുതൽ ഒരു നൂൽക്കിഴിക്ക് 7.50 രൂപയിൽ നിന്ന് 10 രൂപയായി ഉയർത്തിയിരുന്നു. അതാണ് ഇപ്പോൾ 12.50 രൂപയായി വർദ്ധിപ്പിച്ചത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഖാദി വിറ്റുവരവ് 1.55 ലക്ഷം കോടി കവിഞ്ഞു. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഖാദി ക്രാന്തി പദ്ധതി സ്പിന്നർമാരുടെയും നെയ്ത്തുകാരുടെയും ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തിയെന്നും ന്യൂ ഖാദി ഓഫ് ന്യൂ ഇന്ത്യ, ആത്മനിർഭർ ഭാരത്, വികസിത് ഭാരത് കാമ്പയിനിന് പുതിയ ദിശാബോധം നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു. KVICയുടെ
സൈലൈ സമൃദ്ധി യോജന പദ്ധതിക്കും തുടക്കമായി. ഇതിന്റെ രജിസ്ട്രേഷനും ആരംഭിച്ചു. രാജ്യത്തുടനീളം 3000 രജിസ്റ്റർ ചെയ്ത ഖാദി സ്ഥാപനങ്ങൾ ഉണ്ട്. 4.98 ലക്ഷം ഖാദി കരകൗശല തൊഴിലാളികളാണുള്ളത്. ഇതിൽ 80% സ്ത്രീകളാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രധാനമന്ത്രിയുടെ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാമിന് PMEGP കീഴിലുള്ള 3911 ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് 101 കോടിയാണ് സബ്സിഡിയായി ലഭിക്കുന്നത്. ഇതിലൂടെ 43,021 പുതിയ തൊഴിലവസരങ്ങളാണ് ഉണ്ടായത്. 11 വർഷത്തിനിടെ 9.58 ലക്ഷം പുതിയ പദ്ധതികളിലായി 83.48 ലക്ഷം പേർക്ക് തൊഴിൽ ലഭിച്ചു. ഇക്കാലയളവിൽ 24,000 കോടി രൂപയുടെ മാർജിൻ മണി വിതരണം ചെയ്തു. ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് വഴി കഴിഞ്ഞ സാമ്പത്തിക വർഷം 10.17 ലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു. മനോജ് കുമാർ പറഞ്ഞു. സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ച ചർക്കയുടെ അനാച്ഛാദനവും അസ്മാവതി നദീതീരത്ത് KVIC ചെയർമാൻ നിർവഹിച്ചു. ഭാരതത്തിന്റെ 297 പുരാവസ്തുക്കൾ അമേരിക്ക തിരികെ നൽകി. ന്യൂഡൽഹി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശന വേളയിൽ 297 പുരാവസ്തുക്കൾ US ഭാരതത്തിന് തിരികെ നൽകി. മോദി എക്സിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. ഭാരതത്തിൽ നിന്നും മോഷണത്തിലൂടെയും മറ്റുമാണ് പുരാവസ്തുക്കൾ അമേരിക്കയിൽ എത്തിയത്. ഇത്തരത്തിലുള്ള പുരാവസ്തുക്കളിൽ 297 എണ്ണമാണ് ഇപ്പോൾ ഭാരതത്തിന് തിരികെ നൽകിയിരിക്കുന്നത്. ഇതോടെ അമേരിക്കയിൽ നിന്ന് ഭാരതത്തിലേക്ക് തിരിച്ചെത്തിയ പുരാവസ്തുക്കളുടെ എണ്ണം 640 ആയി. 2004 നും 2013 ഇടയിൽ ഒരു പുരാവസ്തു മാത്രമേ ഭാരതത്തിലേക്ക് തിരികെ എത്തിയിട്ടുള്ളൂ. 2021 മോദിയുടെ അമേരിക്കൻ സന്ദർശന വേളയിൽ 12ാം നൂറ്റാണ്ടിലെ വെങ്കല നടരാജ പ്രതിമ ഉൾപ്പെടെ 157 പുരാവസ്തുക്കൾ തിരികെ നൽകിയിരുന്നു. 2023 തുടക്കത്തിൽ മോദിയുടെ യാത്രയോട് അനുബന്ധിച്ച് 105 പുരാവസ്തുക്കൾ തിരികെ ലഭിച്ചു. UK-യിൽ നിന്ന് 16 പുരാവസ്തുക്കളും ഓസ്ട്രേലിയയിൽ നിന്ന് 40 പുരാവസ്തുക്കളും 2014 ശേഷം തിരിച്ചെത്തിയിട്ടുണ്ട്. സാംസ്കാരിക. ഇസ്രായേൽ ലെബനനിൽ നടത്തിയത് 400 ആക്രമണങ്ങൾ. അൽ ജസീറ ഓഫീസിൽ റെയ്ഡ്. ടെൽ അവീവ്. ഗാസ സംഘർഷം ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണവുമായി ഇസ്രായേൽ. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം ലെബനനിൽ നടത്തിയത് 400 ആക്രമണങ്ങൾ. ഇതിനിടയിൽ ഇന്നലെ ഹിസ്ബുള്ള 100-ലേറെ റോക്കറ്റുകൾ ഇസ്രായേലിന് നേരെ തൊടുത്തു. പലതും ആകാശത്ത് വെച്ച് തന്നെ തകർത്തതായി ഇസ്രായേൽ പറഞ്ഞു. റോക്കറ്റുകളിൽ ചിലത് അഗ്നിബാധയ്ക്ക് കാരണമായതിനാൽ ഹൈഫ നഗരത്തിന് സമീപമുണ്ടായ തീപിടുത്തങ്ങൾ അണയ്ക്കാനുള്ള ശ്രമം അഗ്നിശമന സേന നടത്തുന്നതായി ഇസ്രായേലി സൈന്യം പറഞ്ഞു. ഹൈഫയ്ക്ക് സമീപമുള്ള കിര്യത്ത് ബയാലിക്കിലാണ് റോക്കറ്റുകൾ ഇടിച്ചതെന്ന് ദ ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഹൈഫ നഗരത്തിന് സമീപമുള്ള റാമത്ത് ഡേവിഡ് താവളത്തിനു നേരെയാണ് ഹിസ്ബുള്ള റോക്കറ്റുകൾ തൊടുത്തത്. ഇതിനിടയിൽ ഇസ്ലാമിക ഭീകര അനുകൂല മാധ്യമമായ അൽ ജസീറ ഓഫീസ് ഇസ്രായേലി സൈന്യം റെയ്ഡ് നടത്തി. 45 ദിവസത്തേക്ക് അടച്ചിടാൻ ഉത്തരവിട്ടു. ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ആരോപിച്ച് അൽ ജസീറയെ രാജ്യത്തിനുള്ളിൽ പ്രവർത്തിക്കുന്നതിൽ നിന്ന് കഴിഞ്ഞ മേയിൽ ഇസ്രായേൽ നിരോധിച്ചതിന് മാസങ്ങൾക്കു ശേഷമാണ് റെയ്ഡ്. അൽ ജസീറയുടെ ഓഫീസായി ഉപയോഗിച്ചിരുന്ന ജെറുസലേം ഹോട്ടൽ മുറിയിലും ഇസ്രായേൽ അധികൃതർ റെയ്ഡ് നടത്തിയിരുന്നു. രാജ്യത്തെ അൽ ജസീറ മാധ്യമ പ്രവർത്തകരുടെ പ്രസ് ക്രെഡൻഷ്യലുകൾ റദ്ദാക്കുന്നതായി ഇസ്രായേലി സർക്കാർ കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ചിരുന്നു. നുഴഞ്ഞുകയറ്റ ശ്രമം. പാക് പൗരൻ അറസ്റ്റിൽ. ശ്രീനഗർ. കാശ്മീരിൽ നിയന്ത്രണരേഖ മറികടക്കാൻ ശ്രമിച്ച പാക് പൗരൻ അറസ്റ്റിൽ. 35-കാരനായ ഹസാം ഷഹ്സാദിനെയാണ് പൂഞ്ച് സെക്ടറിൽ നിന്ന് സൈന്യം പിടികൂടിയത്. ഇന്നലെ പുലർച്ചെ ജമ്മു അതിർത്തിയിലൂടെ നുഴഞ്ഞു കയറാൻ ശ്രമിച്ച പാക് ഭീകരനെ സൈന്യം അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളിൽ നിന്ന് ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുത്തിരുന്നു. കായികം. ചെസ് ഒളിമ്പ്യാഡിൽ ചരിത്രം കുറിച്ച് ഭാരതം. പുരുഷ വനിതാ ടീമുകൾക്ക് സ്വർണം. ചെസ് ഒളിമ്പ്യാഡിൽ സ്വർണ്ണ നേട്ടം ഇതാദ്യം. ചെസ് ഒളിമ്പ്യാഡിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായി ഭാരതത്തിന് സ്വർണ്ണ നേട്ടം.
ചരിത്രമെഴുതി ഭാരതത്തിന്റെ പുരുഷ വനിതാ ടീമുകൾ. ഇരു വിഭാഗത്തിലും ഭാരതം സ്വർണം നേടി. ഓപ്പൺ സെഷനിൽ 11ാം റൗണ്ട് മത്സരത്തിനിറങ്ങിയ ഭാരതം സ്ലൊവേനിയയെ തോൽപ്പിച്ചാണ് സ്വർണം ഉറപ്പാക്കിയത്. നിർണായക മത്സരത്തിൽ അസർബൈജാനെ 3.5-0 കീഴടക്കിയാണ് വനിതാ ടീം സ്വർണം നേടിയത്. പുരുഷ വിഭാഗത്തിൽ ഭാരതത്തിനായി ഡി ഗുഗേഷ്, അർജുൻ എരിഗൈസി, ആർ പ്രജ്ഞാനന്ദ എന്നിവരടങ്ങിയ വിജയിച്ചത്. മുമ്പ് ഭാരതം 3 തവണയും ചെസ് ഒളിമ്പ്യാഡിൽ മെഡൽ നേടിയിരുന്നു. 2014 ആദ്യമായി പുരുഷ ടീം വെങ്കലത്തിലൂടെ മെഡൽ നേട്ടത്തിന് തുടക്കമിട്ടത്. 2022 നേട്ടം ആവർത്തിച്ചു. അക്കൊല്ലം ആദ്യമായി വനിതാ ടീമും വെങ്കലം നേടിയിരുന്നു. അതിവേഗം വൻ വിജയം. 1ാം ടെസ്റ്റിൽ ഭാരതം ബംഗ്ലാദേശിനെ 280 റൺസിന് തോൽപ്പിച്ചു. 2ാം ഇന്നിംഗ്സിലെ 9 വിക്കറ്റും സ്പിന്നർമാർക്ക്. ചെന്നൈ. ബംഗ്ലാദേശിനെതിരായ പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ ഭാരതത്തിന് ജയം ഉറപ്പുവരുത്തുന്ന ചടങ്ങ് മാത്രമേ ഇന്നലെ അവശേഷിച്ചുള്ളൂ. അത് വളരെ ഭംഗിയായി ആർ അശ്വിനും രവീന്ദ്ര ജഡേജയും ചേർന്ന് നിർവഹിച്ചു. ശേഷിച്ച 6 ബംഗ്ലാ വിക്കറ്റുകൾ ഇരുവരും പങ്കിട്ടെടുത്തു. ബംഗ്ലാ നായകൻ നജ്മുൽ ഹൊസൈൻ ഷാൻഡോ അർദ്ധ സെഞ്ചുറിയുമായി 82 പൊരുതിയെങ്കിലും ഭാരത നായകൻ രോഹിത്തിന് ചെറിയൊരു പിരിമുറുക്കം പോലും ഉണ്ടാക്കിയില്ല. അത്രയ്ക്കും ഗംഭീരമായി അശ്വിൻ ജഡേജ സ്പിൻ ദ്വയം കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാക്കി. വലിയ പ്രതിസന്ധി നേരിട്ട 1ാം ഇന്നിംഗ്സിലെ ഒരു ഘട്ടത്തിൽ അശ്വിന്റെ സെഞ്ചുറിയും ജഡേജയുടെ അർദ്ധ സെഞ്ചുറിയുടെയും മികവിൽ ടീം 376 എന്ന മാന്യമായ സ്കോർ കണ്ടെത്തി. ഇതിനെതിരെ ബംഗ്ലാ വീര്യം 149 റൺസിൽ ഒടുങ്ങി. 2ാം ഇന്നിംഗ്സിൽ ഭാരത സ്കോറിംഗ് നയിച്ചത് ശുഭ്മാൻ ഗില്ലും ഋഷഭ് പന്തും നേടിയ സെഞ്ചുറികളായിരുന്നു. 4-ന് 287 റൺസ് എടുത്ത് 515 റൺസ് 2ാം ഇന്നിംഗ്സ് ലീഡ് നേടിയ ഭാരതം ഡിക്ലെയർ ചെയ്തു. ഇവരുടെ മത്സരത്തിന്റെ 4ാം ദിവസമായ ഇന്നലെ രാവിലെ അവസാനിച്ചത് 234 റൺസിൽ. 3ാം ദിവസം 4-ന് 158 റൺസ് എന്ന നിലയിലാണ് കളി അവസാനിപ്പിച്ചത്. അർദ്ധ സെഞ്ചുറി തികച്ച നായകൻ ഷാൻഡോയും ഷാക്കിബ് അൽ ഹസനും ആയിരുന്നു ക്രീസിൽ. 4ാം ദിവസമായ ഇന്നലെ ഇരുവരും ബാറ്റ് ചെയ്യാനെത്തുമ്പോൾ ഭാരതത്തിന് എന്തെങ്കിലും വെല്ലുവിളി ഉയർത്താൻ ഈ കൂട്ടുകെട്ടിനെ സാധിക്കൂ എന്ന് ഉറപ്പായിരുന്നു. എന്നാൽ ഇവരുടെ 5ാം വിക്കറ്റിന് 48 റൺസിന്റെ ആയുസ്സേ ഉണ്ടായിരുന്നുള്ളൂ. തലേന്ന് 3 വിക്കറ്റ് നേട്ടത്തോടെ നിർത്തിയ ഇടത്ത് നിന്ന് അശ്വിൻ തുടങ്ങി. ബംഗ്ലാ സംസ്ഥാന കബഡി അസോസിയേഷൻ ഭാരവാഹികൾ എ ജയകുമാർ പ്രസിഡന്റ്, കെ മുരളീധരൻ സെക്രട്ടറി. ആലപ്പുഴ സംസ്ഥാന കബഡി അസോസിയേഷന്റെ വാർഷിക പൊതുയോഗം നടത്തി. 2024-28 വർഷത്തേക്കുള്ള ഭാരവാഹികളായി എ ജയകുമാർ കോഴിക്കോട് പ്രസിഡന്റ്, കെ മുരളീധരൻ എറണാകുളം സെക്രട്ടറി, ഷിബു കെ പോൾ കോട്ടയം ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. മറ്റു ഭാരവാഹികളായി രാജ്കുമാർ പത്തനംതിട്ട, വേണുഗോപാലൻ കണ്ണൂർ, MV ഷിജിത്ത് കാസർഗോഡ്, എസ് മുകുന്ദൻ ഉണ്ണി പാലക്കാട്, TS സലീഷ് തൃശൂർ വൈസ് പ്രസിഡന്റുമാർ, പി മനേഷ് കണ്ണൂർ ജോയിന്റ് സെക്രട്ടറി, എ പ്രേമകുമാർ ആലപ്പുഴ, പി മനോജ് കൊല്ലം, ദീപു ആനന്ദ് പത്തനംതിട്ട, PN പ്രദീപ് മലപ്പുറം, N രാജേഷ് ഇടുക്കി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരെയും തെരഞ്ഞെടുത്തു. രാഷ്ട്രനന്മ സ്ത്രീ ശാക്തീകരണത്തിലൂടെ കുമ്മനം രാജശേഖരൻ കൊല്ലങ്കോട്. സ്ത്രീ ശാക്തീകരണത്തിലൂടെ മാത്രമേ രാഷ്ട്രനന്മ നേടുവാൻ കഴിയൂ എന്ന് കുമ്മനം രാജശേഖരൻ. പണ്ഡിറ്റ് P ഗോപാലൻ നായർ നഗറിൽ ഗായത്രി കല്യാണ മണ്ഡപം ആരംഭിച്ച അഖില ഭാരത നാരായണീയ മഹോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംഘാടക സമിതി വൈസ് ചെയർമാൻ ചാമപ്പറമ്പിൽ ഹരിമേനോൻ അധ്യക്ഷത വഹിച്ചു. മഹാമണ്ഡലോ ശുഭദിനം. നന്ദി.